നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലോസ് ഓഫ് മോഷൻ ആണ്. എന്നിട്ട് നമ്മൾ ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ 2 പാർട്ടുണ്ട്, മോഷൻ അപ്ലൈന്റെ 2 പാർട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന സംശയമില്ല. എൻ്റെ ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് 41 വീഡിയോസ് നമ്മുടെ ക്ലാസ്സിന്റെ ഫുൾ ഉണ്ട്. അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കാണുക. അതായത് ഇന്ന് നമ്മൾ ലോസ് ഓഫ് മോഷൻ ആണ്. 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പറയാം. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയാം ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത് ഒറ്റ പാർട്ടി നമുക്ക് തീർക്കാം, പാടി തീർക്കാം. പക്ഷെ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഞാൻ വെരി 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 ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ട യാതൊരു ആവശ്യവും അതിനകത്ത് ഇല്ല. നിങ്ങൾ കണ്ട് നന്നായിട്ട് പഠിക്കുക. ആദ്യം തന്നെ ലോസ് ഓഫ് മോഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ പെട്ടെന്ന്. ഉറപ്പായിട്ട് നിങ്ങൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു സംശയം വേണ്ട, ന്യൂട്ടന്റെ 3 ലോസ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് പഠിക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ചോദിക്കുകയാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നതാണ് ഫസ്റ്റ് ലോ. നമ്മൾ ഈ ലോസ് ഒന്നും പഠിക്കാതെ ഡിഡക്ഷൻ ഓഫ് ഫസ്റ്റ് ലോ, പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ, ഇതെല്ലാം പഠിച്ചോണ്ട് പോകും. ലോ പഠിച്ചോണ്ട് പോകത്തില്ല. ലോ നമുക്ക് അറിയാവുന്ന ധാരണയുണ്ട്, ചുമ്മാ എഴുതി വരുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും നന്നായിട്ട് അങ്ങ് പഠിച്ചോണം. ഇങ്ങനെ ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ചോദിക്കുകയാണ്, എവരിബഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ലോയ്ക്കല്ല. ലോ ഒരിക്കലും ഒരു നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന രീതിയിൽ എഴുതരുത്. സെക്കൻഡ് ലോ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇങ്ങനെയാണ് പഠിക്കുക. തേർഡ് ലോ നമുക്ക് അറിയാം, എന്നാൽ പോലും തെറ്റിക്കുന്നവരുണ്ട്. ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും ഉറപ്പായിട്ട് എന്നൊക്കെ ഉള്ളതാണ്. അന്നേരം ഈ 3 ലോ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, ന്യൂട്ടന്റെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഫോഴ്സും ഇനേർഷ്യ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഇമ്പൾസും മൊമെന്റും. ഒന്ന് എഴുതിയിട്ടേക്ക്. അല്ല നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹാർദവമായി സ്വാഗതം. ഓക്കെ വാ, എന്നാൽ നമുക്ക് ഐശ്വര്യമായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം 2020 ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദി എ എനർജി, ബി വർക്ക്, സി ഇനേർഷ്യ, ഡി മൊമെന്റ്. ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഇനേർഷ്യയ്ക്കും 2 ഫോഴ്സിനുമാണ്. സെക്കൻഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് മൊമെന്റും 2 ഇമ്പൾസുമാണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് എനർജി, വർക്ക്, ഇനേർഷ്യ, മോഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇനേർഷ്യ. ആൻസർ ഇനേർഷ്യ. ഇതറിയാമെങ്കിൽ ഈസിയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, repeated question. Action and reaction are equal and opposite. They do not cancel each other. Why? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ്. പിന്നെ അത് ക്യാൻസൽ ആകാമല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്. അത് ആക്ഷൻ റിയാക്ഷൻ ഈക്വൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ആകാം. ഒറ്റ ഉത്തരം എഴുതിയാൽ മതി. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ദേ ഡു നോട്ട് cancel each other because they act on different bodies. സെയിം ബോഡീസ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം, പക്ഷേ ഡിഫറെന്റ് ബോഡീസ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ് എന്ന് ചെയ്യണം. ഓക്കെ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ബിക്കോസ് ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്. അതും എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ആണ്? 1 മാർക്കാണ്. അടുത്ത 2 എണ്ണം പ്രത്യേകത 2 മാർക്കിനും ചോദിക്കാം, 1 മാർക്കിനും ചോദിക്കും. 1 and 2 മാർക്ക്. 4 ക്വസ്റ്റ്യൻ ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കിട്ടും. Passengers are thrown forward from the seats when a fast moving bus stops suddenly. Why? ചിലർക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ ഇഷ്ടമാണ്, നമുക്ക് ഉത്തരം അറിയാം, പക്ഷേ അവിടെ ഒരു ഇൻകംപ്ലീഷൻ വരും അവിടെ ഉത്തരത്തിൽ. പലപ്പോഴും നമ്മൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് അവിടെ വരുത്താൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പലവട്ടം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. നമ്മൾ ബസ്സിലൂടെ പോകുന്നു, ഡ്രൈവർ ബ്രേക്ക് പിടിക്കുന്നു, നമ്മളെല്ലാവരും മുന്നോട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ഇന്നബിലിറ്റിയാണ്. ഇന്നബിലിറ്റി, ഒരു വസ്തുവിന് ഇന്നബിലിറ്റി പറയുന്ന പേര് ഇനേർഷ്യ എന്നാണ്, അല്ലേ? അന്നേരം വെറുതെ നിങ്ങൾ അതിന്റെ ആൻസർ ഇനേർഷ്യ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടണമെന്നില്ല.
കാരണം ഇനേർഷ്യ പല രീതിയിലുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. അന്നേരം പല രീതിയിലുള്ള ഇനേർഷ്യ ഉണ്ട്. കൃത്യമായിട്ട് എഴുതുക ഏത് തരം ഇനേർഷ്യ ആണ്. അന്നേരം ഇത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണ് അല്ലേ, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ മുന്നോട്ട് ആവുകയാണ്, അന്നേരം അല്ലെങ്കിൽ സീറ്റ് ഇരിക്കാൻ മുന്നോട്ട് ആവുകയാണ്. അത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. അങ്ങനെ തന്നെ എഴുതണം. ഇനേർഷ്യ എഴുതരുത്, ഇനി മുതൽ ഇനേർഷ്യ ഓഫ് മോഷൻ എഴുതുക, സ്പെസിഫൈ ചെയ്യുക. അന്നേരം ഇത് 2 മാർക്ക് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക. പാസഞ്ചേഴ്സ് ആർ ത്രോൺ ഫോർവേഡ് ഫ്രം ദി സീറ്റ്സ് വെൻ എ ഫാസ്റ്റ് മൂവിംഗ് ബസ് സ്റ്റോപ്പ് സഡൻലി. വൈ? നിങ്ങൾക്ക് അത് ചേർക്കേണ്ട ഒരു പാടില്ല. ബിക്കോസ് ചേർക്കാൻ നമുക്ക് ഒരു പാടില്ല. ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ അത് എഴുതിയിരിക്കണം. ഇനി അവിടെ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് when holding a catch. Why? നമ്മൾ ക്രിക്കറ്റ് കളി കാണാറുണ്ട്. ക്യാച്ച് എടുക്കുന്നത് ഇങ്ങനല്ല, മാങ്ങ പറിക്കുന്ന പോലെയല്ല, ഇങ്ങനെ അല്ലേ. അതുപോലെ തന്നെ വേറെ ഉദാഹരണമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒക്കെ മൈക്കാട് പണി ചെയ്യുന്നവർ എപ്പോഴും ഈ സിമെന്റ് ചാക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടകളൊക്കെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഇഷ്ടികയൊക്കെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത്. അതിനുള്ള കാരണം എന്താ? രണ്ട് റീസൺ മനസ്സിലാക്കാൻ കുറിച്ചിട്ടാണ്. ഒന്ന്, ഇങ്ങനെ എടുക്കുമ്പോൾ ഫോഴ്സ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടും. ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് കൂടുതലാണ് ഫോഴ്സ്. ഇങ്ങോട്ട് പുറകോട്ട് വലിക്കുമ്പോൾ ഫോഴ്സ് കുറവാണ്. അന്നേരം റെഡ്യൂസസ് ദി ഫോഴ്സ്. മാത്രമല്ല ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് ടൈമും കൂടുതൽ കിട്ടും. അന്നേരം ഇൻക്രീസസ് ദി ടൈം ആൻഡ് റെഡ്യൂസസ് ദി ഫോഴ്സ്. ഈ 2 പോയിന്റ് മനസ്സിലുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. ഏതൊക്കെയാ പോയിന്റ്? ഒന്ന്, റെഡ്യൂസസ് ദി ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ത് കൂട്ടാനും പറ്റും? ഇൻക്രീസസ് ദി ടൈം. കാരണം ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് ടൈം അതിനെക്കാട്ടിൽ വളരെ നമുക്ക് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ എടുക്കുമ്പോൾ അത്രയും സമയം കൂടുതൽ കിട്ടി. ഇൻക്രീസസ് ദി ടൈം ആൻഡ് റെഡ്യൂസസ് ദി ഫോഴ്സ്. 4 ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3, 4 അല്ല, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The static friction comes into play at the moment the force is applied. എന്നിട്ട് 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ സ്പേസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടില്ല. 3 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്നിട്ട് നിങ്ങൾ അതിനു മുമ്പേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ലോസ് ഓഫ് മോഷനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ആന്റി ഫ്രിക്ഷൻ ഒക്കെ പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻ എന്താ? റിലേഷൻ മാത്രം എഴുതിയാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട്. Fs = μsr. Fs എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതാം, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതാം. ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും അത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ക്ലിയർ? Fs = μs × r. അന്നേരം ഏതൊക്കെ തമ്മിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻ ആയാലും Fs = μs × r. അത് ക്ലിയർ ആയല്ലോ. അടുത്ത രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആണ്. ഇതൊരു പ്രോബ്ലം ആണ്. ഡിറ്റർമിൻ ദി മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി given that the coefficient of static friction between the box and the train's floor is 0.15. ആകെ തന്നിരിക്കുന്ന ഡേറ്റ ഈ 0.15 ഉള്ളൂ. അതെന്തുവാ? കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിൻ ദി മാക്സിമം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കുക വേണം, എ കണ്ടുപിടിക്കുക വേണം. ഇങ്ങനൊരു പ്രോബ്ലം ഞാൻ അധികം കണ്ടിട്ടില്ല. 2019 ക്വസ്റ്റ്യൻ ആണ് ഞാൻ കണ്ടേക്കുന്നത്. ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എത്ര ഓർമ്മയിൽ വരുന്നില്ല. 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇതിന് 2 മാർക്ക്. ഓക്കെ, ഇനി അത് ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് നോക്കണം. ബി എന്ന് എഴുതി. നമുക്ക് തന്നേക്കുന്ന ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ μs = 0.15. നമുക്കറിയാവുന്ന ഇക്വേഷൻ F എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. F = μs × r. ഓക്കെ, അത് നമുക്കറിയാവുന്നതാണ്. F എന്ന് പറയുന്നത് തന്നെയാണ് Fs. F = μs × r. F ന് പകരം എനിക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. F ന് പകരം ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് എനിക്ക് ma എന്ന് കൊടുക്കാമല്ലോ. F = ma. ഈ R എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ. R ന് പകരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ mg എന്ന് കൊടുക്കാം. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ mg ക്ക് ഈക്വൽ ആണ്. R ന് പകരം mg എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കി F ന് പകരം ഞാൻ ma എന്ന് കൊടുത്തു. ma = ക്ലിയർ μs × r ന് പകരം ഞാൻ mg എന്ന് കൊടുത്തു. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് സിമ്പിൾ ഹമ്പിൾ.
എം എ ഈസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എം ജി ആണ്. എമ്മും കിട്ടി. ആക്സലറേഷൻ ഉള്ള ഇക്വേഷൻ ആയി. അല്ല നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുന്നില്ല. എ ഈസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു ജി. മ്യൂസ് തന്നിട്ടുണ്ട്, ആകെ തന്നേക്കുന്നതേ ഉള്ളൂ 0.15. എ ഈസ് ഈക്വൽ ടു 0.15 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂറ്റിയുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 1.47. അതൊന്ന് ഗുണിച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. 47 ആക്സലറേഷന്റെ യൂണിറ്റ് ഒന്നും വിട്ടു പോകരുത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? ഇത്രയും സിമ്പിൾ ആയിട്ട് ആര് പറഞ്ഞു? ഉറപ്പായിട്ട് ചുമ്മാ. അടുത്ത സ്റ്റേറ്റ് ദി ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ 2 ലോസ് അങ്ങ് എഴുതിയാൽ മതി. ആദ്യത്തെ ലോ നമ്മൾ പഠിച്ചതാണ് വളരെ കാര്യമായിട്ട്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. ഒരിക്കലും ഏരിയ ഡിപ്പെൻഡ് ചെയ്തില്ല, ആ നേച്ചറിന്റെ സർഫസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഇതാണ് ഒരു ലോ. അതിന്റെ വീഡിയോക്ക് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ദി ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ആണ് ഈ സാധനം. അതായത് ഇങ്ങനെ കിട്ടും. നോക്കൂ, 2 പോയിന്റ് ഉള്ളു. Fs is directly proportional to R. Fs is equal to µs into R, where µs is called coefficient of static friction. ഈ 2 ലോ എഴുതുന്നതിന് എത്ര മാർക്കാണ്? 2 മാർക്ക്. മൊത്തത്തിൽ 5 മാർക്കിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ. ഇത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ഥിരമായിട്ട് ഒരിടയ്ക്ക് വിൻറ്റേജ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കതല്ലേ വിൻറ്റേജ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വിൻറ്റേജ് ക്വസ്റ്റ്യൻ, നൊസ്റ്റാൾജിക് ക്വസ്റ്റ്യൻ ആണ്. അധ്യാപകർ ഭയങ്കര ഇഷ്ടമായി ക്വസ്റ്റ്യൻ. ഏതാ നോക്കാം. ഓക്കെ, വാ പവർ വരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നൊസ്റ്റാൾജിക് അധ്യാപകർക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 300 meter is banked at an angle of 15 degree. The coefficient of friction between the car and the road is 0.5. Find the optimum speed of the car to avoid wear and tear on its tires. At the maximum permissible speed to avoid slipping. Very important question. Very important question ആണ്. ഇതിനകത്ത് ഞാൻ കണ്ടേക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഒരെണ്ണം ഇവിടെ. ഇത് 300 മീറ്റർ 200 മീറ്റർ വരുമായിരിക്കും, ചിലപ്പോൾ 400 മീറ്റർ വരും. അങ്ങനെ 200ഉം 400ഉം വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. നെയിം സച്ച് റോഡ് ഓർ നെയിം സച്ച് ട്രാക്കിംഗ് എന്നുകൊണ്ട് എന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ബാങ്കിങ് BANKING അങ്ങനെ ചോദിക്കുവാണെങ്കിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ബാങ്കിങ് എന്ന് എഴുതിയേക്കണം. നെയിം സച്ച് ട്രാക്ക് ഓർ നെയിം സച്ച് റോഡ്. ബാങ്കിങ് റോഡ്സ് എന്ന് എഴുതണമെന്നില്ല, ബാങ്കിങ് എന്ന് എഴുതിയാലും ഇതിന് 1 മാർക്കിങ് കിട്ടും. ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ദി ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദി കാർ ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ ഓൺ ഇറ്റ്സ് ടയർസ്. നമ്മുടെ വീഡിയോക്കകത്തൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെറിവേഷൻ ഒക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് അതിനകത്ത് തന്നെ പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇക്വേഷൻ √RG tan theta. ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ √RG tan theta. തന്നേക്കുന്നത് റേഡിയസ് എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. മീറ്റർ തന്നെയാണ് തന്നേക്കുന്നത്. G 9.8 ആണ്. തീറ്റ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ്. മ്യൂ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് 0.2. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V √RG tan theta. R ന് വരെ 300 into G ക്ക് വരെ 9.8 into tan 15 ഡിഗ്രി. V നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്രോക്സിമേറ്റ് ഈക്വൽ ടു ആണ് ഞാൻ പറയുന്നത് 28.34 മീറ്റർ പെർ സെക്കൻഡ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. നിങ്ങൾ കാൽക്കുലേറ്റർ ഉറപ്പായിട്ടും കാൽക്കുലേറ്റർ ചെയ്ത് പഠിക്കണം. ഇതൊക്കെ പരീക്ഷ സമയത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്, തെറ്റിപ്പോകും. ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. അപ്രോക്സിമേറ്റ്ലി ഈ ഉത്തരത്തിന് അടുത്ത് കിട്ടിയേക്കാം. ഓക്കെ, അടുത്ത ദി ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദി കാർ ടു അവോയ്ഡ് കഴിഞ്ഞു. മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കണം. അന്നേരം വി മാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് ഓഫ് ഫുൾ റൂട്ട് വരണം. RG tan theta plus mu by 1 minus mu tan theta. P is equal root of R ന് വരം 300 into 9.8 tan theta tan 15 plus 0.2 by 1 minus mu ന് വരം 0.2 into tan 15. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷെ ചെയ്ത് നോക്കണം. അതും P is equal root of approximately equal to ആണ് 38 meter per second. ഇങ്ങനെയുള്ളൊരു ബാങ്കിങ് ഓഫ് റോഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ
ഒരു 5-6 തവണയെങ്കിലും മിനിമം ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ മക്കളെല്ലാം നന്നായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായി പഠിക്കണം. ഓക്കെ. അടുത്തതിനകത്ത് ക്വസ്റ്റ്യൻ മാസീവ് ഫോളോയിങ് ആണ്. മാസീവ് ഫോളോയിങ് ആണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് 4 എയും ബിയും 4 ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. മാസീവ് ഫോളോയിങ് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് അറിയാതിരിക്കത്തില്ല അല്ലേ? നോക്കാം. എയും ബിയും 2 കോളം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ന്യൂട്ടൺസ് തേർഡ് ലോ, ഇമ്പൾസ്. ഇത്രയും കാര്യങ്ങളാണ് എയിൽ. ബിയിൽ ചേഞ്ച് ഇൻ മൊമെന്റം, ആക്ഷൻ, റിയാക്ഷൻ, ലോ ഓഫ് ഇനർഷ്യ, മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇനി നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ, ആക്ഷൻ റിയാക്ഷൻ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് എപ്പോഴും പറഞ്ഞിരിക്കണം ലോ ഓഫ് ഇനർഷ്യ. ഇത് 2 എണ്ണം എഴുതുമ്പോൾ തന്നെ നമുക്ക് പിന്നൊരു ഐഡിയ വരും. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അനുസരിച്ച് when two bodies collide, momentum before collision is equal to momentum after linear momentum after collision is equal to linear momentum before collision. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. അതാണ് ഇതിന്റെ ഉത്തരം. ഇമ്പൾസ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം. കാരണം അതിന് പ്രൂഫ് തന്നെ നമ്മുടെ വീഡിയോക്കകത്തുണ്ട്. ഷോ ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ആ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അത് മാത്രമല്ലല്ലോ, നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആയിട്ട് 2 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സിൽ അത് ഒരെണ്ണം ഇമ്പൾസും 2 മൊമെന്റും ആണ്. ഈ മാസീവ് ഫോളോയിങ് വളരെ ഈസിയാണ്. തെറ്റിക്കാതെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ തെറ്റിക്കാതെ ചെയ്യണം. അത് എഴുതുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഇതേപോലെ ഉത്തരം എഴുതുമ്പം ന്യൂട്ടൺ രണ്ടാമത് വീണ്ടും എ എന്നും ബി എന്നും പറഞ്ഞ് കോളം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് എഴുതിയിട്ട് ഒരെണ്ണം ഞാൻ എഴുതി കാണിക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇങ്ങനെ എഴുതാവുള്ളൂ. മാസീവ് ഫോളോയിങ് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ നിങ്ങൾ എഴുതുക ലോ ഓഫ് ഇനർഷ്യ. ആൻസർ ഇങ്ങനെ നിങ്ങൾ എഴുതി പോകാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ എഴുതി പോവുകയാണെങ്കിൽ, അല്ലാതെ വളച്ചൊടിച്ച് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ, സെക്കൻഡ് തേർഡ് ലോ, ആക്ഷൻ റിയാക്ഷൻ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇങ്ങനെ പിന്നെ ഇമ്പൾസ് ചേഞ്ചിങ് മൊമെന്റം, എന്നാൽ അവർ മൊത്തത്തിലും വീട്ടുകളി അങ്ങനെ എഴുതാൻ പാടില്ല. ഈ രീതിയിൽ അങ്ങ് എഴുതി പോയാൽ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ചറവറാൻ അടിച്ചോണം കേട്ടോ. അന്നേരം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റീകോയിൽ ഓഫ് എ ഗൺ. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതോട് ഓർക്കുക. ഈ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മറ്റൊരു ടോപ്പിക്കാണ് റീകോയിൽ ഓഫ് എ ഗൺ. ഒരുപാട് വട്ടം തിയറി ആയിട്ട് പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് റീകോയിൽ ഓഫ് എ ഗൺ. അതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റീകോയിൽ ഓഫ് എ ഗൺ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കും. ഓക്കെ, പ്രോബ്ലത്തിലോട്ട് നോക്കാം. എ ഷെൽ ഓഫ് മാസ്. എന്റെ നോട്ടിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ്, ടെക്സ്റ്റിനകത്തുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 0.02 കിലോഗ്രാം. ഷെൽ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആണ് കേട്ടോ. ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ്. ഗണ്ണിന്റെ മാസ് 100 കിലോ. ദി മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ ഈസ്, മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ സ്പീഡാണ് 80 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദി റീകോയിൽ സ്പീഡ് ഓഫ് ദി ഗൺ എന്ന് പറഞ്ഞാൽ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റീകോയിൽ സ്പീഡ്. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ നോക്കാം. ഷെൽ, ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം എഴുതാം. ഇസ് ഈക്വൽ ടു 0.02 കിലോഗ്രാം. ഇങ്ങനെ ഫിസിക്സ് പഠിക്കാം സിമ്പിൾ ആയിട്ട്. ഗണ്ണിന്റെ മാസ്, ഗണ്ണ് വലുതല്ലേ, ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 100 കിലോഗ്രാം. മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ, ബുള്ളറ്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ വി എഴുതാം 80 മീറ്റർ പെർ സെക്കൻഡ്. ക്യാപിറ്റൽ വി കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ റീക്വൽ വെലോസിറ്റി. നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ് v is equal to -mv/m. അത് നിങ്ങളായിരിക്കും മൈനസ് എന്തുകൊണ്ട് വന്നു? കാരണം റീകോയിൽ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് മോഷൻ ഓഫ് ദി ഗണ്ണിനെ പറഞ്ഞ പേരാണ് റീകോയിൽ ഓഫ് ദി ഗൺ. ഓക്കെ വാ. v is equal to മൈനസ് എമ്മിന് പകരം 0.02 ഇൻറ്റു വിക്ക് പകരം 80 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എമ്മിന് പകരം 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. v is equal to -0.016 മീറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താണ്? റീകോയിൽ വെലോസിറ്റി ആണെങ്കിലും വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്യിപ്പിച്ചത്. അല്ലാതെ എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമ്മൾ
വർക്ക് എനർജി പവറുമായിട്ട് വരും. നന്നായിട്ട് പഠിച്ചു പോകണം. ഒരു രീതിയിൽ എക്സ്ക്യൂസ് പറയരുത്. ഇനി നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് പഠിക്കുക. മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്സ്. ഉറപ്പായിട്ട് കിട്ടിയിരിക്കുക എൻ്റെ പിള്ളേർക്ക്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി പടാറായിട്ട് ഇരിക്കും കേട്ടോ. അന്നേരം ഓക്കെ ഓക്കെ ഓക്കെ.